ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് റോസ്റ്റാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തതും 10-25ഓളം ചുവന്നുള്ളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊടി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം അതിനൊരു കുത്തുമണം മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ തന്നെ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഈ പൊടി ഇൻഗ്രീഡിയൻസ് എല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആ ഒരു കുത്തുമണം മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വലിയ 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ കുറച്ചധികം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ബീഫ് റോസ്റ്റിന്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. 1-2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ടാവും നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറവാണെങ്കിൽ മാത്രം കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മല്ലിയില കൂടി അരിഞ്ഞതിട്ട് കൊടുക്കണം. ഇനി കുറച്ച് ഗരം മസാല പൗഡറും 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് വാങ്ങിച്ച ബീഫ് ഭയങ്കര ഹാർഡാണ്, ഭയങ്കരമായിട്ട് പല്ലിനിടയിലൊക്കെ പോകുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇറച്ചിക്കടയിൽ പോകുമ്പോൾ ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. നെഞ്ചടിയുടെ ഇറച്ചി അതുപോലെ തന്നെ കൈക്കുറുവിൻ്റെ ഇറച്ചിയൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ഇറച്ചിയായിരിക്കും, വളരെ ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ മറ്റുള്ള ഭാഗത്തെ മാംസമൊക്കെ ആകുമ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കും പോത്തിൻ്റെ, അതുകൊണ്ടാണ് കേട്ടോ. ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യും.